ഉണ്ണികൃഷ്ണൻ പോറ്റുമായി ബന്ധമില്ലെന്ന 2019 ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ വാദങ്ങൾ പൊളിയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശം ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സ്വർണ്ണപ്പാണിയുടെ പണി കഴിഞ്ഞ ശേഷം ബാക്കി വന്ന സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഇമെയിലാണ് പുറത്തുവന്നത്. 2019 മുൻപും ശേഷവുമുള്ള ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങൾ ഒത്തുനോക്കാനായി ദേവസ്വം വിജിലൻസിന് ഹൈക്കോടതി അനുമതി നൽകി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസ് റിപ്പോർട്ടിന്റെ വിവരങ്ങളും ഹൈക്കോടതി നിരീക്ഷണങ്ങളും 24 പുറത്തുവിട്ടു. സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം മിച്ചം വന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ഇമെയിൽ സന്ദേശം അയച്ചു. ദേവസ്വം സെക്രട്ടറി ഇതിന് മറുപടി നൽകി. ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ മിച്ചം വന്ന സ്വർണം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് അപേക്ഷ. ഇതിന് നൽകിയ മറുപടി റിപ്പോർട്ടിൽ പറയുന്നില്ല. വിഷയത്തിൽ നിർണായക ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. 2019 ദ്വാരപാലക ഫോട്ടോയുമായി നിലവിലെ ദ്വാരപാലക പാളി താരതമ്യം ചെയ്യാൻ കോടതി അനുമതി നൽകി. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കാൻ സെക്യൂരിറ്റി ഓഫീസർക്കും അനുമതി. അന്വേഷിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. 2019 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളികളുടെ ചിത്രങ്ങളിൽ വ്യത്യാസമെന്ന് വിജിലൻസ് കണ്ടെത്തി. 1999 സ്വർണം പൂശിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നീട് കൈമാറിയപ്പോൾ ചെമ്പുപാളി എന്ന് മഹസറിൽ മനഃപൂർവ്വം രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചത് വേറെ ചെമ്പുപാളിയെന്ന് വിജിലൻസ് സംശയിക്കുന്നു. അസ്വാഭാവികമെന്നും വിചിത്രമെന്നുമാണ് കോടതി നിരീക്ഷണം. നടന്നത് ദേവസ്വം മാനുവലിന്റെ ലംഘനമെന്ന് ഹൈക്കോടതി. ദേവസ്വം ജീവനക്കാർക്ക് ബോധപൂർവം വീഴ്ച വന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹത വർദ്ധിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കപ്പുറം ക്രമക്കേടിൽ കൂടുതൽ പേരുണ്ടെന്ന് പ്രാഥമികമായി തന്നെ വിലയിരുത്താം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.